നമസ്കാരം. 2 ദിവസമായിട്ട് ഞാൻ ഡൽഹിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. നമ്മുടെ മുൻ വയനാട് എം പി, ഇപ്പോഴത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി എന്തോ ഒരു ബോംബ് പൊട്ടിക്കും എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തകർത്ത് കളയുന്ന ബോംബാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അതൊന്ന് കേൾക്കണമല്ലോ എന്നുള്ള ആകാംക്ഷയിലാണ് ഞാൻ. പക്ഷേ ഇതുവരെ ഒരു ബോംബും വീണിട്ടില്ല. ഇപ്പോൾ ജഗതി ശ്രീകുമാർ ഒരു സിനിമയിൽ പറയുന്നത് പോലെ തേങ്ങയുടക്ക് സ്വാമി എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയുടെ പിന്നാലെയാണ് ഡൽഹിയിലെ മാധ്യമങ്ങൾ മുഴുവൻ. മാധ്യമങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ പ്രധാനമായും മലയാളി മാധ്യമങ്ങൾ. ജൂലൈ 21 തുടങ്ങിയതാണ് പാർലമെൻറ്റ് സമ്മേളനം. ഇതുവരെ ഒരു നടപടികളും നടത്താൻ രാഹുൽ ഗാന്ധിയും സംഘവും സമ്മതിച്ചിട്ടില്ല. എല്ലാ ദിവസവും ബീഹാർ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞ് ബഹളമാണ്. കേരളത്തിലടക്കമുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ദേശീയപാതയുടെ പ്രശ്നമുണ്ട്, വന്യജീവി ശല്യമുണ്ട്, ആശാപ്രവർത്തകരുടെ വിഷയമുണ്ട്. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടുപിടിക്കാൻ കേന്ദ്ര സർക്കാരിന് എന്ത് പറയാനുണ്ട് എന്നറിയാൻ ഇതൊക്കെ നടക്കാനുള്ള സമയമാണിത്. പക്ഷേ ഇതൊന്നും നടക്കാതെയാണ് സഭയുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. സത്യത്തിൽ രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത് ഈ പണി നിങ്ങൾക്ക് പറ്റുന്നതല്ല എന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസമില്ല, സൈന്യത്തെ വിശ്വാസമില്ല. ഇപ്പോൾ ഇതാ സുപ്രീം കോടതി തന്നെ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഭാരതീയൻ എന്നുള്ള വികാരമുള്ള ആളാണോ എന്ന്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനോട് പരമോന്നത നീതിപീഠം ഇങ്ങനെ ചോദിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ്. ഇദ്ദേഹത്തിന് കുറച്ചെങ്കിലും നാണമുണ്ടോ? ഈ ഒരു ഇറ്റാലിയൻ കഥാപാത്രമുണ്ട്, പിനോക്കിയോ. ആ പിനോക്കിയോയുടെ കഥ പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ സ്ഥിതി. പിനോക്കിയോ എന്ന് പറയുന്ന കഥാപാത്രം നുണ പറയുമ്പോൾ മൂക്ക് നീളുന്ന കഥാപാത്രമാണ്. നുണകൾക്ക് പിന്നാലെ നുണ. അതാണിപ്പോൾ രാഹുൽ ഗാന്ധി. അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ സ്വയം പരിഹാസ്യനാകുന്ന ഒരു സ്ഥിതി. ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറി, ഇന്ത്യൻ സൈനികരെ ചൈന മർദ്ദിച്ചു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക അട്ടിമറിക്കുന്നു. ഇങ്ങനെ ലോകത്തിന് മുന്നിൽ രാജ്യത്തെ അപമാനിക്കാനുള്ള ഒരവസരവും അദ്ദേഹം പാഴാക്കാറില്ല. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നിർജീവമാണ് എന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന പോലും അദ്ദേഹം പിന്തുണയ്ക്കുകയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 11-ൽ 4-ലെത്തി. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ പിന്നാലെയാണ് രാഹുൽ ഗാന്ധി. പാകിസ്ഥാൻ ഇന്ത്യയുടെ വിമാനം വെടിവെച്ചിട്ടു എന്ന് ട്വിറ്ററിലൂടെ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ കൂറ് അത് ഏത് രാജ്യത്തോടാണ്? തൻ്റെ പാർട്ടി തോറ്റ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അട്ടിമറിച്ചതാണ് എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത്. കോൺഗ്രസ് ജയിക്കുന്നതെല്ലാം ശരി, സുതാര്യം. തോറ്റാൽ വോട്ടർ പട്ടികയുടെ ക്രമക്കേട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അട്ടിമറി. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങളെയെല്ലാം ലോകത്തിന് മുന്നിൽ അവഹേളിക്കുകയാണ് ഇദ്ദേഹം. കോടതി തന്നെ ചോദിച്ചല്ലോ, ചൈന ഭൂമി കയ്യേറിയതിന് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്ന്. അതുകൊണ്ട് എനിക്ക് രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത്, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് തോൽക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ അസ്വസ്ഥത തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ അവഹേളിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ അസ്വസ്ഥതയ്ക്ക് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിരുന്നെങ്കിൽ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ അതിനൊക്കെ പരിഹാരം കണ്ടെത്താനുള്ള നിരവധി മാർഗങ്ങളുണ്ട്. ഇത്രയും കാലം എന്തുകൊണ്ട് കോടതി പോയില്ല? ഇത്രയും കാലം ആ കാര്യങ്ങൾ എന്തുകൊണ്ട് അതിനെതിരായിട്ട് നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ അവലംബിച്ചില്ല? അതുകൊണ്ട് ഈ രീതിയിലുള്ള സ്ഥിരമായിട്ടുള്ള നുണപ്രയോഗങ്ങൾ ഇനിയെങ്കിലും രാഹുൽ ഗാന്ധി അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമകാലീന രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജായിട്ടിടണം. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു.